CPM നേതൃത്വത്തെ കടന്നാക്രമിച്ച VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ് രംഗത്ത് പാർട്ടി അംഗം മാത്രമായ താൻ എങ്ങനെ ഉപരിസമിതി വിവരങ്ങൾ ചോർത്തുമെന്നും എന്തിനായിരുന്നു തനിക്കെതിരായ നടപടിയെന്നും സുരേഷ് ഫേസ്ബുക്കിലൂടെ ചോദിക്കുകയാണ്. നേതൃത്വത്തിലെ ചിലരുടെ ഏകാധിപത്യ മനോഭാവമാണ് തനിക്കെതിരെയുള്ള നടപടിക്ക് പിന്നിൽ. സുരേഷിന്റെ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായാണ് ഫേസ്ബുക്ക് കുറിപ്പിനെ വിലയിരുത്തുന്നത്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, സ്വതന്ത്രനായി സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കും കോൺഗ്രസ് പിന്തുണയോടെ എന്നതായിരുന്നു ചർച്ചകൾ. അതിലൊരു തീരുമാനത്തിൽ സുരേഷ് എത്തിയിട്ടില്ലെങ്കിൽ പോലും CPM-നോട് ചില ചോദ്യങ്ങൾ ഉയർത്തി വിമർശനവുമായി കളം പിടിക്കാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റത്തിനുള്ള സൂചനകൾ നൽകുകയാണോ? വിനിത, VS അച്യുതാന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പേഴ്സണൽ അസിസ്റ്റന്റ് VS-ന്റെ വലങ്കൈ എന്ന് തന്നെ വേണം പറയാൻ പാലക്കാട്ടുകാരനായിട്ടുള്ള A സുരേഷിനെ 10 വർഷങ്ങൾക്ക് മുമ്പാണ് CPM പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത്. ഇപ്പോഴിതാ A സുരേഷ് കോൺഗ്രസിലേക്ക് ചേക്കേറും, മലമ്പുഴയിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സുരേഷുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുകയും ചെയ്തു. അത് സുരേഷ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോഴും സുരേഷ് പറയുന്നത് താനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പാർട്ടിയിൽ നിന്നും CPM-ൽ നിന്നും പുറത്തു പോകുന്ന കാര്യത്തെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴിതാ സുരേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിറയെ CPM-നോടും CPM നേതാക്കളോടുമുള്ള ചോദ്യങ്ങളാണ്. അത് പൂർണ്ണമായും വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം സുരേഷ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് നമുക്കുള്ളിലും വരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സുരേഷ് ചോദിക്കുന്നത് എന്താണ് തൻ്റെ അയോഗ്യത, തന്നെ എന്തിന് പാർട്ടി പുറത്താക്കി എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. താൻ വിവരങ്ങൾ മാധ്യമങ്ങളോട് ചോർത്തി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് എന്നുൾപ്പെടെ സുരേഷ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു പാർട്ടി കുടുംബത്തിൽ ജനിച്ച തനിക്ക് എപ്പോഴും പാർട്ടിയായി തന്നെ മരിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ പാർട്ടിയിലെ ചില ആളുകൾക്ക് അവർ മാത്രം മതി ഈ പാർട്ടിയിൽ എന്ന ചിന്തയുണ്ട്. അത് ഒരിക്കലും പാർട്ടിക്ക് നല്ലതല്ല. അത്തരത്തിലുള്ള ചിന്തകളും അത്തരത്തിലുള്ള കാര്യങ്ങളും മാറ്റേണ്ടതുണ്ട് എന്നും സുരേഷ് പറയുന്നു. തൻ്റെ ഈ തുറന്നു പറച്ചൽ അല്ലെങ്കിൽ തൻ്റെ ഈ തുറന്നുള്ള ചോദ്യങ്ങൾ അത് തനിക്ക് വേണ്ടി മാത്രമല്ല, തന്നെ പോലെ നിരവധി ആളുകളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അവരെല്ലാം പറയാൻ പേടിച്ചും മടിച്ചും പാർട്ടിക്ക് പുറത്തു നിൽക്കുകയാണ്. അവർക്കെല്ലാം ഉപകാരമായിക്കോട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് താൻ ഈ പോസ്റ്റ് എഴുതി അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. ഏതായാലും ഒരു രാഷ്ട്രീയ മാറ്റം സുരേഷ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.